بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله. മക്കയിൽ പീഡനങ്ങൾ ശക്തമായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബിഷയിലേക്ക് ഹിജറ പോകാൻ അനുവാദം ചോദിച്ചു. ഹബിഷയിലേക്ക് ഒരുപാട് സ്വഹാബികൾ ഹിജറ പോയിട്ടുണ്ട്. അവിടെ വിശ്വാസത്തോടുകൂടെ അവർ ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅദിന ലഹു, അദ്ദേഹത്തിന് അനുവാദം നൽകി. അദ്ദേഹം ഹബിഷയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മക്കയിൽ നിന്ന് പുറപ്പെട്ട് ബർക്കൽ ഗിമാത്ത് അഥവാ യമനിന്റെ ഭാഗത്തേക്ക്, മക്കയിൽ നിന്ന് യമനിന്റെ ഭാഗത്തേക്ക് ആ കാലഘട്ടത്തിൽ 5 ദിവസം യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന ഒരു പ്രദേശം. ഇപ്പോൾ അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എത്തിയിട്ടുള്ളത്. ലഖിയഹു ഇബ്നു ദുഗുന്ന, ഇബ്നു ദുഗുന്ന എന്നു പേരുള്ള മുശ്രിക്കാണ് അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയാണ്. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടി. ഐന തുരീദ് യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എവിടേക്കാണ് നിങ്ങളുടെ യാത്ര? അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിച്ച് ജീവിക്കുന്നതിനു വേണ്ടി ഹബിഷയിലേക്ക് പോവുകയാണ്. മക്ക ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടമാണ്. പക്ഷേ അതിനേക്കാൾ പ്രിയമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആദർശം. ആ ആദർശത്തോടുകൂടെ മക്കയിൽ ജീവിക്കാൻ നിങ്ങൾ അനുവാദം നൽകുന്നില്ല, മക്കക്കാർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാട് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഫഖാല ഇബ്നു ദുഗുന്ന ഫഇന്ന മിസ്ലക യാ അബൂബക്കർ ലാ യഖ്റുജ് വലാ യുഖ്റജ്. എന്താണ് അബൂബക്കർ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകുവാനോ നിങ്ങളെ പുറത്താക്കുവാനോ പാടില്ല. നിങ്ങൾ ഇവിടുന്ന് പോകാനും പാടില്ല, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാനും പാടില്ല. നിങ്ങൾ ഈ നാടിന് വേണ്ട ആളല്ലേ അബൂബക്കർ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ ഓരോ നന്മകൾ മുശ്രിക്കായ ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യൻ എടുത്തു പറയാൻ. നിങ്ങൾ ബന്ധം ചേർക്കുന്ന വ്യക്തിയാണ്, അതിഥികളെ ആദരിക്കുന്ന വ്യക്തിയാണ്, പ്രയാസങ്ങൾ നീക്കുന്ന ആളാണ്, യതീമുകളെ അതുപോലെ തന്നെ അഗതികളെ അവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന മനുഷ്യനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓരോ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫഅന ലക ജാറുൻ ഇർജി വഅബ്ദു റബ്ബക ബിബലദിക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും നാട്ടിലേക്ക് തിരിച്ചു മടങ്ങണം. നിങ്ങൾ ഈ നാട് വിട്ടു പോകുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോകണം. ഞാൻ നിങ്ങൾക്ക് മക്കയിൽ സംരക്ഷണം നൽകാം. നോക്കൂ, ഇതാണ് ഒരു ഇസ്ലാമിന്റെ സംസ്കാരം. ഇസ്ലാമികമായ ഒരു സംസ്കാരം ഇതാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട് അയൽക്കാർക്ക് ആശ്വാസമായിരിക്കണം. ഒരു മുസ്ലിമിനെ കൊണ്ട് അയൽവാസികൾക്ക് എളുപ്പമായിരിക്കണം. ഒരു മുസ്ലിമിനെ കൊണ്ട് അയൽവാസികൾക്ക് സന്തോഷമായിരിക്കണം. അദ്ദേഹം നാട് വിട്ടു പോകുന്നു എന്നറിഞ്ഞപ്പോ പോയി കഴിച്ചിലായി രക്ഷപ്പെട്ടു എന്നല്ലല്ലോ, മറിച്ച് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന, നിങ്ങളെപ്പോലെയുള്ളവർ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണിച്ചു തന്ന ആ ഒരു സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ഫറജ, അങ്ങനെ ഇബ്നു ദുഗുന്നയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തിരിച്ചു മടങ്ങി. അദ്ദേഹം ഖുറൈശികളോട് കാര്യം പറഞ്ഞു. അബൂബക്കറിനെ പോലെയുള്ള ആളുകളെ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന്
പറഞ്ഞയക്കരുത്, പോകാൻ നമ്മൾ സമ്മതിക്കരുത്. അത് കേട്ടപ്പോൾ ഖുറൈശികളും അംഗീകരിച്ചു. ശരിയാണ്, അദ്ദേഹം ഈ നാട്ടിൽ തന്നെ നിൽക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. മുർ അബാ ബക്കർ ഫൽയഅ്ബുദ് റബ്ബഹു ഫീ ദാരിഹി ഫൽയുസല്ലി ഫീഹ. അബൂബക്കർ നാട്ടിലുണ്ടാകണം എന്നതൊക്കെ ശരിയാണ്, ഒരുപാട് നന്മകളൊക്കെയുള്ള വ്യക്തിയാണ് എന്നത് ശരിയാണ്. പക്ഷെ അബൂബക്കർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് വീട്ടിൽ വെച്ചാണ്, പുറത്തുനിന്ന് നിസ്കരിക്കാൻ പാടില്ല. അബൂബക്കറിനോട് വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ, വീട്ടിൽ വെച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറയണം. ഫല്യഖ്റ മാഷ, അവന് ഖുർആൻ ഓതട്ടെ, അവന് ഇഷ്ടമുള്ളത് ഓതട്ടെ, പക്ഷെ അത് അബൂബക്കറിന്റെ വീട്ടിൽ വെച്ചായിരിക്കണം. അതിനൊരു കാരണമുണ്ട് ആ സംസാരത്തിന്. പുറത്തുനിന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുന്നത് എങ്കിൽ അത് സ്ത്രീകളിൽ സ്വാധീനം ചെലുത്തും, അവരുടെ കുട്ടികളിൽ സ്വാധീനം ചെലുത്തും, എന്തിന് അവരുടെ നേതാക്കൾക്ക് വരെ സ്വാധീനം ചെലുത്തും. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. കാരണം അറബി സാഹിത്യത്തിലെ സാമ്രാട്ടുകളാണവർ. അവർക്കറിയാം ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് രചിക്കാൻ, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു ഷാഇറിൻ്റെതല്ല, ഇതൊരു കാഹിനിൻ്റെതല്ല. അവർക്കറിയാം ഒരു ജ്യോത്സ്യനോ ഒരു കവിയോ ഉണ്ടാക്കിയെടുത്തതല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപക്ഷെ ഖുർആൻ കേട്ടാൽ, സ്ത്രീകൾ ഒരുപക്ഷെ ഖുർആൻ കേട്ടാൽ അതിൽ ആകൃഷ്ടരാവുകയും അവർ ഇസ്ലാമിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കാര്യം അവതരിപ്പിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, പക്ഷെ അത് വീട്ടിൽ വെച്ചാകണം. ഖുർആൻ പാരായണം വീട്ടിൽ വെച്ചാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കാരം ആരംഭിച്ചു, ഖുർആൻ പാരായണം ആരംഭിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു പ്രത്യേകതയുണ്ട്. ഖാൻ അബൂബക്കർ റജുലൻ ബക്ക, ധാരാളമായി കരയുന്ന വ്യക്തിയായിരുന്നു. ഖുർആൻ ഓതിയാൽ കരയും, ഖുർആനിന്റെ ആയത്തുകളുടെ മുന്നിൽ കണ്ണ് നനക്കും, ഖുർആൻ ഹൃദയങ്ങളോട് സംസാരിക്കും. ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ചിലരൊക്കെ കരച്ചിലിങ്ങനെ പിടിച്ചു നിർത്തുമല്ലോ, പൊട്ടിക്കരയും, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും, നിയന്ത്രണത്തിലാവൂല, ഖുർആനിന് കീഴൊതുങ്ങും. ഖുർആനിന്റെ ആയത്തുകൾ മുഖത്ത്, ജീവിതത്തിൽ അതിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാകും. അതായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ മനോഹരമായി ഖുർആൻ പാരായണം ആരംഭിച്ചു, നമസ്കാരം ആരംഭിച്ചു. ഖുറൈശികൾ എന്താണോ പേടിച്ചത് അതവിടെ സംഭവിച്ചു. സ്ത്രീകൾ ഖുർആൻ കേൾക്കാൻ തുടങ്ങി, കുട്ടികൾ ഖുർആൻ കേൾക്കാൻ തുടങ്ങി, ഖുറൈശി നേതാക്കന്മാരടക്കം ഖുർആൻ കേൾക്കാൻ തുടങ്ങി. അത് അവരുടെ മനസ്സുകളോട് സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ ഖുറൈശികൾ ഇബ്നു ദുഹന്നയോട് കാര്യം പറഞ്ഞു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംരക്ഷണം തിരിച്ചെടുത്തു. നിങ്ങളുടെ സംരക്ഷണമില്ല എങ്കിൽ എന്റെ സംരക്ഷണം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു എന്നതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി. എനിക്ക് പടച്ചോന്റെ സംരക്ഷണം മതി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ റബ്ബിൽ തവക്കുലാക്കി തൗഹീദ് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അദ്ദേഹം ജീവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിൽ നിന്ന് പുറത്തു പോകുന്നത് ആലോചിച്ചു തുടങ്ങി. കാരണം ഇവിടെ അക്രമങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടുകാർ സ്വീകരിച്ചെങ്കിലോ, അവർ തൗഹീദുള്ളവരായെങ്കിലോ, അവരുടെ ഹൃദയങ്ങളിൽ തൗഹീദിന്റെ വെളിച്ചമെത്തിയെങ്കിലോ എന്ന് റസൂലുള്ളാഹി പ്രത്യാശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മറ്റൊരു നാട്ടുകാർ സ്വീകരിക്കുമോ, അവർ ഇസ്ലാമിലേക്ക് എത്തുമോ, അവർ സംരക്ഷിക്കുമോ എന്ന പ്രതീക്ഷയോടുകൂടെ ഫഖറജ റസൂലുള്ളാഹി ഇല തായിഫിലേക്ക് റസൂലുള്ളാഹി പുറപ്പെടുകയാണ്. ഹിജാസിലെ മക്ക കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ പ്രദേശമാണ് തായിഫ്. തായിഫ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹിയുടെ യാത്ര.
അവർ സഹായിക്കും, അവിടെ സംരക്ഷണം ലഭിക്കും. റസൂലുള്ളാഹിയുടെ കുടുംബക്കാരുണ്ട്, പരിചയക്കാരുണ്ട്. അപ്പോൾ പ്രതീക്ഷയോടുകൂടെ ആ നാട്ടുകാർ സ്വീകരിക്കും, അവിടെ തൗഹീദെത്തും, അവിടെ ഇസ്ലാമിന്റെ വെളിച്ചമെത്തും എന്ന പ്രതീക്ഷയിൽ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ത്വായിഫിൽ നിന്നുള്ള സ്വീകരണം അതെത്ര കഠിനമായിരുന്നു എന്നതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. നാട്ടി പുറത്താക്കിയല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞു. മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകുമ്പോൾ എന്താണ് തൊട്ടടുത്ത ദിവസം ത്വായിഫിൽ നടക്കുക? അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞു. പ്രവാചകൻ മുൻകൂട്ടി കണ്ടു അവിടെ നിന്ന് പുറത്താക്കുമെന്നും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുമെന്നും പ്രവാചകൻ അറിഞ്ഞു? ഇല്ലല്ലോ. തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണല്ലോ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് തന്റെ ഭാവി അറിയുന്നതിന് വേണ്ടി കുറത്തിയുടെ മുന്നിൽ കൈനീട്ടാൻ കഴിയുക, തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കാൻ കഴിയുക, ജ്യോത്സ്യന്റെയും അതുപോലെ തന്നെ സാഹിറുകളുടെയും മുന്നിൽ ചെന്നു നിൽക്കാൻ കഴിയുക, കാണാതായ വസ്തുവിനെ കണ്ടെത്താൻ, മകളുടെ കല്യാണം എപ്പോൾ റെഡിയാകുമെന്നറിയാൻ, മകൻ എപ്പോൾ വിസ കിട്ടുമെന്നറിയാൻ, നമ്മളുടെ മറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്വന്തം ഭാവി പോലും അറിയാത്ത മനുഷ്യരുടെ മുന്നിൽ പോയി കൈനീട്ടി ജീവിതത്തിൽ ശിർക്ക് വന്നു പോകുന്ന മനുഷ്യരെ, സഹോദരന്മാരെ, പ്രവാചക ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? റസൂലുള്ളാഹി അറിയുന്നില്ല ത്വായിഫിൽ എന്ത് സംഭവിക്കുമെന്ന്. അറിയുമെങ്കിൽ മക്കയിൽ നിന്ന് പോകുമോ? അവിടെ വരാനിരിക്കുന്ന ഏറ്റവും കടുപ്പമേറിയ പരീക്ഷണങ്ങൾ എന്താണെന്ന് അള്ളാഹുവിന്റെ റസൂലിന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. അഭൗതികമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ, മറഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. ജിബ്രീൽ എത്തിച്ചു കൊടുത്ത, അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ പ്രവാചകൻ പറയുമെന്നല്ലാതെ തന്റെ ജീവിതത്തിൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ത്വായിഫിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ യാത്ര തിരിക്കുന്നു. അവർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ കാൽനടയായിട്ടാണ് ആ യാത്ര. മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ് ത്വായിഫ്. പ്രവാചകന്റെ കൂടെയുള്ളത് മൗലാഹു സെയ്ദ് ബിൻ ഹാരിസ, റസൂലുള്ളാഹിയുടെ മൗല സെയ്ദ് ബിൻ ഹാരിസയാണ്. നബുവത്തിന്റെ 10-ാം വർഷം ശവ്വാൽ മാസത്തിൽ അങ്ങനെ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് റസൂലുള്ളാഹി യാത്ര തിരിക്കുന്നു. ത്വായിഫിലെ കാഴ്ചകൾ, ത്വായിഫിലെ വൈകാരികമായ ആ നിമിഷങ്ങൾ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.